ഇതെന്റെ ആദ്യ ജോലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ആദ്യ ജോലി എന്ന് പറയുന്നത് 2007 ഞാൻ ആദ്യമായി ചെയ്ത എന്റെ പാർട്ട് ടൈം ജോലി. 8 മാസമായിരുന്നു ജോലിക്ക് ഞാൻ പോയിരുന്നത്. 6500 രൂപയായിരുന്നു എനിക്ക് ശമ്പളമായി കിട്ടിയിരുന്നത്. ഇത് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്താണ്. ഏകദേശം 3 വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏകദേശം മനസ്സിലാക്കി എഞ്ചിനീയറിംഗ് എന്തായാലും ഇനി മുന്നോട്ട് പോകില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അമ്മാതിരി സപ്ലിയാണ്. ഏകദേശം 20-25 സപ്ലിയുടെ അടുത്ത് എനിക്ക് ഉണ്ടായിരുന്നു. എറണാകുളത്തായിരുന്നു കോൾ സെന്റർ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ താമസം എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മുടെ കോൾ സെന്ററിന്റെ ഓപ്പോസിറ്റ് തന്നെ ചെറിയൊരു ലോഡ്ജ് മുറിയിൽ ഞാൻ പോവാ. മാസം 800 രൂപ 700 രൂപ കണ്ടായിരുന്നു ലോഡ്ജ് മുറിയിലെ എന്റെ റെന്റ് എന്ന് പറയുന്നത്. വൈകുന്നേരം 4 മണിക്ക് കോളേജ് കഴിയും, 5 മണിയാകുമ്പോഴേക്കും എറണാകുളത്ത് എത്തും. അതിനുശേഷം നേരെ ഒരു പൊറോട്ടയും ബീഫും കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു, അവിടെ പോകും. പൊറോട്ടയും ബീഫിന്റെ ഗ്രേവിയും ഓർഡർ ചെയ്യും. ഇന്നത്തെ പോലെയല്ല, അന്ന് ഗ്രേവി ഫ്രീ ആയിട്ട് കിട്ടും. വൈകുന്നേരം ഏകദേശം 6:30 നമ്മുടെ കോൾ സെന്റർ സ്റ്റാർട്ട് ചെയ്യും, പുലർച്ചെ 2:30 വരെ. രാത്രി 8:30 ആകുമ്പോൾ അവിടെ നമുക്ക് രാത്രിത്തെ ഡിന്നർ ഫ്രീ ആയിട്ട് തരും കേട്ടോ. അങ്ങനെ 2:30 വരെ കോൾ സെന്ററിൽ വർക്ക് ചെയ്തതിനു ശേഷം നേരെ റോഡ് ക്രോസ് ചെയ്ത് തന്നെ മുറിയാലോ, നേരെ അങ്ങോട്ട് പോകും, ഉറങ്ങും. രാവിലെ 7 മണിയാകുമ്പോഴേക്കും എഴുന്നേൽക്കും, 8 മണിയാകുമ്പോഴേക്കും കോളേജിലേക്ക് പോകണം. ഇതായിരുന്നു എന്റെ ദിനചര്യ 8 മാസത്തോളം. 8 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ സപ്ലിയുടെ എണ്ണം 25 എന്നുള്ളത് 30ന്റെ അടുത്തായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഈ പരിപാടിയായിട്ട് നടന്നാൽ ശരിയാവില്ല എന്ന്. അതിങ്ങനെ കോൾ സെന്ററിന്റെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന്. അങ്ങനെ വിജയകരമായി 8 മാസം വർക്ക് ചെയ്ത ശേഷം ഞാൻ എന്റെ ആദ്യ ജോലി രാജിവെക്കായിരുന്നു. അവസാന മാസത്തെ ശമ്പളം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ശമ്പളം കിട്ടുന്നതിനേക്കാൾ റിസൈൻ ചെയ്തുകൊണ്ട് അവിടുത്തെ ഫിനാൻസ് മാനേജർ എന്നെ പറ്റിച്ചു. ആകെ എന്ത് മെസ്സേജ് ഒക്കെ അയച്ചു, നീ ഒരിക്കലും നന്നാവില്ല അത്തെണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഉപകാരം ഒന്നും ഉണ്ടായില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതായിരുന്നു എന്റെ ആദ്യ ജോലി.